ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു സാരി ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാനിവിടെ ഓർഗൻസയുടെ ഒലിവ് ഗ്രീൻ കളറുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെഡ് കളറുള്ള റൗണ്ടിലുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഇതുപോലത്തെ രണ്ട് വലിപ്പത്തിലുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ സീക്വൻസ് എടുത്തിട്ടുണ്ട്, സിൽവർ കളറുള്ളത്. പിന്നെ ഇതുകൊണ്ട് ഇതുപോലത്തെ ചെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. മുന്താണീൻ്റെ അവിടെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇതുകൊണ്ട് ഇതേപോലെ ഈ ഒരെണ്ണം മാത്രം നമുക്ക് മുന്താണീൻ്റെ രണ്ട് സൈഡിലും നടുക്കുമായിട്ട് വരച്ച് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ വരുന്ന പ്ലീറ്റ് എടുക്കുന്ന ഭാഗമില്ലേ, അവിടെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ ചെസ്റ്റ് പോർഷനിൽ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത് വരച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ ചെസ്റ്റ് പോർഷൻ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ മെറ്റീരിയലിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ എളുപ്പം വരച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. ആദ്യം നമ്മൾ താഴെ വരച്ചിരിക്കുന്ന റൗണ്ടിൽ ആ വലിയ സ്റ്റോണില്ലേ റൗണ്ടിലുള്ളത്, അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ രാ പോലെ വരച്ചിട്ടില്ലേ, അവിടെ നമ്മൾ ഈ ചെയിൻ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ കറക്റ്റായിട്ട് മുറിച്ചിട്ട് ആ ബീഡ്സിൻ്റെ ചെയിൻ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സീക്വൻസ് വെച്ചിട്ട് ഇതിന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഗ്യാപ്പ് വരുന്നില്ലേ, അവിടെ മൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൂടെ ചെയ്ത് കൊടുക്കാവേ.
ഇതുപോലെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചേക്കുന്ന പോലെ നമ്മൾ ഇതിലേക്ക് ഇടവിട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സീക്വൻസും ബീഡ്സും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഇത് മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കണം.